കൊച്ചിയിലേക്കാണ് കണ്ടത്. നേരത്തെ വനിതാ പ്രവർത്തകർ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾക്ക് നടുവിൽ ജൂലിയറ്റ് ഉണ്ടായിരുന്നു. ജൂലിയറ്റിലേക്കാണ് പോകുന്നത്. ജൂലിയറ്റ് നഗരസഭാ പരിധിയിലെ വടക്കേക്കോട്ടയിൽ BJP കലാശക്കൊട്ടിന് നടുവിലാണുള്ളത്. ജൂലിയറ്റ് കണ്ട ദൃശ്യങ്ങളിൽ ഏറ്റവും ആവേശം നിറഞ്ഞൊരു കാഴ്ചയാണ് വടക്കേക്കോട്ടയിൽ നിന്നുള്ളത്. വനിതാ പ്രവർത്തകരെ അടക്കം ചുറ്റും കാണാം. നേരത്തെ ജൂലിയറ്റിനെ കണ്ടു, ഇപ്പോൾ ജൂലിയറ്റിനെ കാണാനില്ല. ആവേശത്തിൽ മുങ്ങിപ്പോയി. ജൂലിയറ്റ് കേൾക്കാമെങ്കിൽ പറയൂ. കേൾക്കാം. തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനിലാണുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ BJPയുടെയും LDFന്റെയും പ്രവർത്തകർ എത്തി കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകൾ ആഘോഷമാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിമി, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും കരുത്തുറ്റ സ്ഥലങ്ങളിൽ ഒന്നാണ്, അതായത് തൃപ്പൂണിത്തറ നഗരസഭയിൽ ഭരണം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ്, ഉറപ്പിലാണ് BJP പ്രചാരണം നടത്തുന്നത്, മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളാണ് BJP ഇവിടെ നേടിയത്. ഇവിടെ CPM ആണ് ഭരണം നടത്തുന്നതെങ്കിലും ഇവിടെ പ്രതിപക്ഷം BJP ആണ്. ഇത്തവണ ഭരണത്തിലെത്താമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP നേരത്തെ തന്നെ പ്രചാരണം നടത്തിയത്. സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ തൃപ്പൂണിത്തറയെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടി തൃപ്പൂണിത്തറ നഗരസഭ ഭരണം പിടിക്കുമെന്ന ഒരു ഉറപ്പിലാണ് BJP പ്രവർത്തകരുടെ ആവേശമാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളാണ് വിഷ്ണുവിൽ കാണാം. ഇത്തവണ നഗരസഭ ഭരണം പിടിക്കോ? നഗരസഭ ഭരണം പിടിക്കോ? നഗരസഭ ഭരണം പിടിക്കോ BJP? തൃപ്പൂണിത്തറ നഗരസഭ ഭരണം പിടിക്കോ? തീർച്ചയായിട്ടും തൃപ്പൂണിത്തറ മോദിജിക്ക് വേണ്ടി ഞങ്ങൾ പിടിച്ചിരിക്കും. കേന്ദ്ര പദ്ധതികളെല്ലാം തൃപ്പൂണിത്തറയുടെ വികസനത്തിനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും. നഗരസഭ ഭരണം പിടിക്കുമെന്ന ഉറപ്പിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണം തന്നെയാണ് ഇക്കാലം അത്രയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, LDFും BJPയും നേർക്കുനേർ മത്സരത്തിന് വരുന്ന ഒരു നഗരസഭ കൂടിയാണ് തൃപ്പൂണിത്തറ. താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം അതുതന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട്. LDFന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിച്ചാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും കാലം പ്രചാരണത്തിൽ വോട്ട് തേടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇത്തവണ ഉറപ്പായും BJP അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. നമുക്കറിയാം, കോർപ്പറേഷന്റെ കാര്യം എടുത്താൽ തന്നെ 5 സീറ്റാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ BJPക്കുള്ളത്. 5 കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തി കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോർപ്പറേഷനിൽ 5 സീറ്റ് കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം, തൃപ്പൂണിത്തറ നഗരസഭയിൽ ഭരണം പിടിക്കാനുള്ള ശ്രമം. കോർപ്പറേഷനിൽ ചെല്ലായി ഡിവിഷനിൽ ശ്യാമളപ്രഭു 32 വർഷമായി കൌൺസിലറായിരുന്ന ശ്യാമളപ്രഭു BJPയോട് തെറ്റി പാർട്ടി വിട്ടത് BJPക്ക് വലിയ തിരിച്ചടി ആയിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നും തൃപ്പൂണിത്തറയിൽ നഗരസഭാ ഭരണം നേടാനാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. നിമി, ശരി ജൂലിയറ്റ്, ഞാൻ തിരിച്ചു വരാം.